ആദ്യമായി ഈ പുണ്യഭൂമിയിൽ ഇന്നേ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച ഈ അനുഗ്രഹത്തെ പ്രതി ഞാൻ സർവശക്തനായ ദൈവത്തോടും കൃപാസനം മാതാവിനോടും ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ദിബിൻ ദേവസി. ഞാൻ വരുന്നത് UK നിന്നാണ്. എൻ്റെ നാട്ടിലെ സ്ഥലം കാലടി, എടനാട്, ഇടവകയാണ്. ഇന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് ആദ്യമായി എനിക്ക് പറയാനുള്ളത് 2017 ഞാൻ വിദേശത്ത് നിന്ന് വെക്കേഷൻ വരുമ്പോൾ എൻ്റെ ഫാമിലിയായിട്ട് വരുമ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് പോകണം. അന്ന് എനിക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ആദ്യമായിട്ട് പറഞ്ഞത് ഇനി ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്നാണ് ചോദിച്ചത്. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആകെ 10-28 ദിവസം ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ പകുതി ദിവസവും അവളുടെ നേർച്ചകൾക്ക് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഓട്ടമാണ്. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് പോവാം, പക്ഷേ നീ ഒരുപാട് എന്നെ നിർബന്ധിക്കരുത് ഒരു കാര്യങ്ങൾക്കെന്ന് പറഞ്ഞു. കാരണം വൈഫിൻ്റെ അമ്മ അവിടെ ഉണ്ട്, അമ്മ ഒറ്റയ്ക്കാണ്. അപ്പോൾ അമ്മ എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനയ്ക്ക് പോകും. അപ്പോൾ ഞാൻ വൈഫിനോട് പറയും, അമ്മ ഒറ്റയ്ക്കാണ്, അമ്മയ്ക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, അമ്മയ്ക്ക് പ്രാർത്ഥനകൾക്കായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതേപോലെ അല്ലല്ലോ. അതിനനുസരിച്ച് നീ അമ്മയുടെ വർത്തമാനം കേട്ട് നമ്മൾ വെക്കേഷൻ വരുമ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്കും എന്നെയും കൂടി അതിലേക്ക് കൊണ്ടുപോകരുതെന്ന് പറയും. പക്ഷെ അങ്ങനെ 2017 ഇവിടെ വന്നു. ആ സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടായിരുന്നു വന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ അവിടെ അച്ഛൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു. കുറച്ചു നേരം കേട്ടു. എനിക്ക് അച്ഛൻ്റെ സംഭാഷണ ശൈലിയും കാര്യങ്ങളൊന്നും അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇഷ്ടപ്പെടാതെയാണല്ലോ ഞാൻ വന്നത്. അതിനുശേഷം ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, നീ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്ത് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ വേഗം പ്രാർത്ഥിച്ചിട്ട് വരണം. ഞാൻ എന്നിട്ട് അവസാനം ആ മൂലയ്ക്ക് അവിടെ ചെയറിലിരിക്കായിരുന്നു. ഇതിന് ശേഷം ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഞാൻ വൈഫിനോട് അത്ര ഹാപ്പി ആയിരുന്നില്ല. ഇതിന് ശേഷം 2019 വെക്കേഷൻ വന്നപ്പോഴും ഞാൻ വന്നു. അന്ന് എൻ്റെ കൂടെ രണ്ടാമത്തെ കുട്ടിയുണ്ട്. 2020 ഞാൻ വിദേശത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2019 വരുമ്പോൾ രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷേ മൂന്നാമത്തെ കുട്ടി ജനിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം, എൻ്റെ ജോലി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 7 വർഷം ഞാൻ ദുബായ് ആൻഡ് അബുദാബി ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ആണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു എയർലൈനിലേക്ക് ക്യാബിൻ ക്രൂ ഇൻചാർജായിട്ട് മാറി, അതിലേക്ക് ജോലിക്ക് കയറി. അപ്പോൾ ഇതിലൊക്കെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അടിച്ചുപൊളിയായിരുന്നു. അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ തീരെ ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, എല്ലാം ചെയ്യും. അങ്ങനെ തെറ്റായിട്ടുള്ളൊരു കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ കൂടി നമ്മൾ ഈ അമ്മമാരുടെ പ്രാർത്ഥനയുടെ ആ ഒരു നമ്മൾ ആ സമയത്തൊന്നും ഒരു അപ്പനായിട്ടില്ല, അത്രയും മെച്യൂർഡായിട്ടില്ല. അപ്പോൾ അത്രയും ഓരോരുത്തരും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു വലിപ്പം എനിക്കറിയില്ലായിരുന്നു, അതിൻ്റെ ഒരു ആഴം അറിയില്ലായിരുന്നു. ഓരോരോ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മക്കളായിട്ട് IELTS പഠിക്കണമെന്നോ ജോലിക്ക് അന്വേഷിക്കുമ്പോൾ ഒക്കെ മാതാപിതാക്കളായിരിക്കും മക്കളെക്കാളും ഇരട്ടിയായിട്ട് പ്രാർത്ഥിക്കണേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് 2020 എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ആ നഷ്ടപ്പെടുന്ന സമയത്ത് എനിക്ക് കാര്യമായൊന്നും തോന്നിയില്ല ഉള്ളിൽ. കാരണം എൻ്റെ കൂട്ടുകാരും നാട്ടിലേക്ക് വന്നില്ല. പക്ഷെ ഞാൻ പാട്ടും പാടി നാട്ടിലേക്ക് വന്നു. കാരണം എൻ്റെ ആഗ്രഹം കുടുംബത്തോടുകൂടി ഒന്ന് നിൽക്കണമെന്നായിരുന്നു. മൂന്നാമത് കുട്ടി ജനിച്ചത് 2020 ഓഗസ്റ്റിലാണ്. കൊറോണ സമയത്തായിരുന്നു. അപ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ പ്രാർത്ഥനയിലേക്ക് ഒത്തിരി ആഗ്രഹിച്ച് വൈഫിൻ്റെ എന്താണ് കൃപാസനം, ആ ബുക്കുകളൊക്കെ എടുത്ത് പയ്യെ നോക്കി വായിച്ചു. അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് എൻ്റെ പ്രാർത്ഥനയിൽ വ്യത്യാസം വന്നു. അന്നിവിടെ വരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ളൊരു ആരംഭമായിരുന്നു അത്. പക്ഷെ വന്ന് 1 മാസം, 2ാമത്തെ മാസം തന്നെ വിദേശത്തേക്ക് പോകാനുള്ള അടുത്ത വഴികൾ നോക്കി വെച്ചിരുന്നു. 2022 ആദ്യം വൈഫും തൊട്ട് പുറകെ ഞാനും വിദേശത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് ജോലി അന്വേഷിക്കുന്നു. പെട്ടെന്ന് ജോലി കിട്ടുന്നു. അപ്പോഴൊക്കെ എന്നിലുള്ള ഞാൻ എന്ന ഭാവം, ഓവർ കോൺഫിഡൻസ്, അത് എന്നിൽ വർദ്ധിക്കാൻ തുടങ്ങി. കാരണം എവിടെ ജോലി അപ്ലൈ ചെയ്താലും എനിക്കത് കിട്ടാൻ തുടങ്ങി. എനിക്കങ്ങനെ ജോലിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലെങ്കിലും അവിടെ ഗ്രേറ്റ് ഓർമണ്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ബെസ്റ്റ് ഹോസ്പിറ്റലിൽ ഒന്നായ ഹോസ്പിറ്റലിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും അത്യാവശ്യം
ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന കാരണം എനിക്ക് അവിടെ തന്നെയാണ് ആദ്യമായിട്ട് ജോലി കിട്ടിയത്. അപ്പോൾ അവിടെ ജോലി കിട്ടി. അവിടെ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കാരണം അത്രയും നാൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുള്ള, എയർലൈനിലും ഹോട്ടലിലുമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അന്നാണ് പ്രാർത്ഥനയിലേക്ക് ശരിക്കും ഓരോ കുട്ടികളും അനുഭവിക്കുന്ന ഓരോരോ ബുദ്ധിമുട്ടുകൾ, അവരുടെ രോഗങ്ങൾ, ഇതെല്ലാം കണ്ടപ്പോഴാണ് ഇതിൻ്റെ വലിപ്പം, യാഥാർത്ഥ്യ ജീവിതം എന്താണെന്നും യാഥാർത്ഥ്യം എന്താണെന്നും എനിക്ക് മനസ്സിലായത്. ഈ ഗ്രേറ്റ് ഓർമണ്ട് സ്ട്രീറ്റിൽ വരുന്ന പിള്ളേരെന്ന് പറയുന്നത് ഈ വേൾഡിൽ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളായിരിക്കും ആ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അതിൽ ഇൻറ്റേർണൽ ഓർഗൻസ് ഇല്ലാത്ത പിള്ളേരുണ്ടാവും, അല്ലെങ്കിൽ ക്യാൻസർ സംബന്ധമായ അസുഖങ്ങളുള്ള പിള്ളേരുണ്ടാവും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകണമാണ്. പക്ഷെ അവർക്ക് പൈസയുണ്ട്. ഇൻ്റർനാഷണൽ പേഷ്യൻസ് വാർഡ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഷേഖുമാരുടെയും വലിയ വലിയ കോടീശ്വരന്മാരുടെ കുട്ടികളൊക്കെ ആയിരിക്കും അവിടെ പേയ്മെൻറ്റ് കൊടുത്ത് അവർ ചികിത്സിക്കുക. അപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു കാലത്ത് പൈസയാണ് എല്ലാം, അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിലാണ്, ഇന്നും നമ്മൾ വിശ്വസിക്കുന്നത് പൈസ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, പൈസ വേണം. പക്ഷെ ആ ഒരു ഹോസ്പിറ്റലിലെ റൂമിൽ അവരെല്ലാം പൈസക്കാരാണ്. പക്ഷെ അവരുടെ ഉള്ള ഒരു പിഞ്ചോമന എന്ന് പറയണത് അവർക്ക് ആറ്റുനോറ്റിരുന്ന് കിട്ടിയതായിരിക്കും. പക്ഷേ ആ കുട്ടികളിൽ നിന്ന് എടുത്ത് താലോലിക്കാനോ അവരുടെ കൂടെ ഓടിക്കളിക്കാനോ മാതാപിതാക്കൾക്ക് സാധിക്കാത്തൊരവസ്ഥ എന്നെ ഒത്തിരിയധികം ചിന്തിപ്പിച്ചു. ഇനി അങ്ങോട്ട് മുന്നോട്ടാണ് ഈ ഹെൽത്ത് കെയറിൽ തന്നെ ജോലി ചെയ്യണമെന്നും ഒരാഗ്രഹം എന്നിൽ വന്നു. ഇതിന് ശേഷം ഈ സാക്ഷ്യം പറയുന്ന മെയിൻ സാക്ഷ്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ഇതിന് ശേഷം ഒരു ദിവസം എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് 40 ഡിഗ്രി പനി. അന്നേ ദിവസമാണ് എൻ്റെ ചേച്ചി മിഡ്ലാൻഡ്സിൽ, മാഞ്ചസ്റ്ററിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ലണ്ടനിലേക്ക് ജസ്റ്റ് ഒരു വിസിറ്റിന് വരാണ്. 2 വർഷത്തെ എൻ്റെ ചേച്ചി എന്നെ കാണാൻ വന്നതാണ് ഒറ്റയ്ക്ക്. അതും എൻ്റെ ചേച്ചി ഒത്തിരി ദൈവത്തിൽ ആശ്രയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, മുടങ്ങാതെ കുർബാന കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ചേച്ചി എന്നെ കാണാൻ വന്ന ദിവസം രാത്രി 8:30 വരെ ഞങ്ങൾ കുക്ക് ചെയ്യണു, സംസാരിക്കണു, എല്ലാം ചെയ്തെങ്കിലും രാത്രി ഒരു 9 മണിയായപ്പോൾ എൻ്റെ കുട്ടിക്ക് 40 ഡിഗ്രി പനി. ആ പനി പിടിച്ച് അവനെയും കൊണ്ട് ഞങ്ങൾ ANEയിലേക്ക് ഓടിച്ചെന്നു. അവിടെ ഒരു ഹോൾ നൈറ്റ് വെയിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു നമുക്ക് കിഡ്നി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം എന്നെ വീട്ടിലേക്ക് കാൽപോളും ന്യൂറോഫിനും മാറി മാറി തരും അവിടെ. അതെല്ലാം കൊടുത്തിട്ടും പനി കുറയുള്ള, തോളത്ത് കിടക്കാണ്, ഇവിടെ എല്ലാം ചുട്ടുപൊള്ളാണ്. അപ്പോൾ കൃപാസനത്തിൽ വന്നെങ്കിലും കൃപാസനത്തിൽ എൻ്റെ വൈഫ് പറയും, ദിബിനൊന്ന് ഉടമ്പടി എടുത്തു നോക്ക്, എടുക്കാൻ പാടില്ലേ. അപ്പോൾ എനിക്ക് അവളുടെ ഏത് നേരവും പ്രാർത്ഥനയും കാര്യങ്ങളും കാണുമ്പോൾ അവളോട് ഞാൻ പറയും, താൻ ബാധി ദൈവം ബാധി. നമ്മൾ 6 നിയോഗം എഴുതിയിട്ട് ഇനിയും ദൈവം തരും, ഈ 6 നിയോഗങ്ങളൊന്നും കരുതി പ്രയത്നിക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ വൈഫിനെ എപ്പോഴും ഉപദേശമാണ്, നീ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യണത് നീ പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിക്കുക. ഇതായിരുന്നു. അപ്പോൾ ഈ പനി എന്തായാലും കുറയണില്ല. പനി കുറയാതെ വന്ന സമയത്ത് ഞാനപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു, ഇത് ഞാൻ മുട്ടുകുത്താൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, മാതാവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും അറിഞ്ഞാണെങ്കിലും ഞാൻ പലതും പറഞ്ഞതാണല്ലോ. ഞാൻ എന്നിട്ട് ഈ പനി മാറുന്നില്ല, എൻ്റെ സിസ്റ്റർ തിരിച്ചു പോയി. അപ്പോൾ ഒരു ദൈവനിയോഗം എന്ന പോലെ ചേച്ചി ആ ദിവസം അവിടെ വരാനും എനിക്കൊരു സപ്പോർട്ടായിരുന്നു. ചേച്ചി പറഞ്ഞ കാരണമാണ് ഹോസ്പിറ്റലിൽ പോയതും. ഇതിന് ശേഷം എൻ്റെ വൈഫ് ജോലിക്ക് പോയേക്കണു. ഞാൻ എന്നിട്ട് പനി പിടിച്ച് കുട്ടി മുകളിൽ റൂമിൽ കിടക്കണു. ഞാൻ നേരെ വന്ന് മാതാവിൻ്റെ തൈലം എടുക്കുകയും ഞാൻ എന്നിട്ട് മുട്ടുകുത്തി മാപ്പപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു പോയതിനെല്ലാം എന്നോട് ക്ഷമിക്കണേ. ഞാൻ ഈ തൈലം പൂശി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചിൻ്റെ പനി വിട്ടു പോകണേന്നെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞാൻ മുകളിൽ ചെന്ന് തൈലം വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി. തൈലം പുരട്ടുമ്പോൾ അതിനുശേഷം ഞാൻ ടെമ്പറേച്ചർ നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് 36 ടെമ്പറേച്ചർ കണ്ടത്. ആ നിമിഷം തന്നെ ആ പനി വിട്ടുപോയി. അതെനിക്കൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് വീട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നു. ഒത്തിരി ദൂരയിലേക്ക് 2.5 മണിക്കൂർ യാത്ര ചെയ്യണം. അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണേക്കാളും മുമ്പ് നമുക്ക് ആദ്യമായി വേണ്ടത് ഒരു അക്കോമഡേഷനാണ്. നല്ലൊരു ഭവനം വേണം, സമാധാനവും സന്തോഷമായിട്ട് താമസിക്കാൻ പറ്റിയൊരു ഭവനം. പക്ഷേ അവിടെ എൻ്റെ ചേച്ചി പറഞ്ഞു, റെൻറ്റിന് വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ ഒത്തിരി അന്വേഷിച്ചൊന്നും കിട്ടുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു. ഓൺലൈൻ ഉടമ്പടിയിൽ എൻ്റെ ആവശ്യം എന്തൊക്കെയാണോ ഞാൻ ആഗ്രഹിച്ചത് അതെല്ലാം എഴുതി. അങ്ങനെ
ഒരു വീട് ഓൺലൈൻ കണ്ടു. എൻ്റെ ചേച്ചി പോയി ആ ഭവനം നോക്കി. ചേച്ചി വളരെ സന്തോഷിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു നല്ലതാണ്. അങ്ങനെ ഞങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പേയ്മെൻറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭവനം എനിക്ക് അവിടെ ലഭിക്കുകയുണ്ടായി. അതുവഴി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എവിടെ ജോലി അപ്ലൈ ചെയ്താലും നമുക്ക് ജോലി ലഭിക്കുന്നു. ഇതേപോലെ തന്നെ അവിടെ ചെല്ലുന്നു, ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അത് ഇതേപോലെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ആ ജോലിക്ക് പോകണ്ട, കാരണം ഞാൻ എവിടെ അപ്ലൈ ചെയ്താലും എനിക്ക് ജോലി കിട്ടും. അപ്പോൾ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റെല്ലായിടത്തും ജോലി അന്വേഷിച്ചു. അവസാനം ജോലി എങ്ങും വേറെ റെഡി ആയില്ല. അപ്പോൾ ഈ ജോലി എങ്ങും റെഡി ആവാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ളൊരു ഫാക്ടറിയിൽ ഞാൻ ജോലിക്ക് പോയി. അവിടെ ജോലിക്ക് ചെന്ന് അവിടെ ജോലി 2-3 ദിവസം ചെയ്തു. അപ്പോഴേക്കും ആദ്യം ചെയ്ത ജോലിയുടെ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി പോകണമോ വേണ്ടയോ, 45 മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി ആ ജോലി തുടങ്ങി. പക്ഷെ ജോലി തുടങ്ങണ സമയത്തും ഇനി എങ്ങനെ മുന്നോട്ട് പോകും, കാരണം വൈഫിന് 3 ദിവസം ജോലി ചെയ്യണം. എനിക്ക് 3 ദിവസത്തേക്കുള്ളിൽ ജോലി ചെയ്യാൻ പറ്റില്ല. 5 ദിവസത്തെ ട്രെയിനിങ്സ് വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴായിട്ടുള്ള ട്രെയിനിങ്ങുകളിൽ വൈഫിൻ്റെ ജോലിനെ അത് ബാധിക്കും. ആ സമയത്ത് വൈഫിൻ്റെ അമ്മ വരാമെന്ന് പറയുകയും അത് മാതാവ് എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതോടൊപ്പം തന്നെ ആ സാഹചര്യങ്ങൾ എനിക്ക് ആ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നു. അത് വലിയൊരു അത്ഭുതമായി കാണുന്നു. കാരണം വിൻ്റർ ആയിരുന്നു UK. ആ സമയത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മഞ്ഞൊക്കെ വീഴുന്ന സ്ഥലമാണ്. മമ്മി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എങ്കിലും മമ്മി അവിടെ വരികയുണ്ടായി. ഞാൻ മമ്മീനെയും കൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഉടമ്പടിയിലെടുത്ത സാക്ഷ്യത്തിന് ശേഷം, ഉടമ്പടി ഓൺലൈൻ എടുത്തതിന് ശേഷം ഞാൻ ലൈറ്റ് ഡേ ക്യാൻഡിൽ പ്രെയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നു. കാരണം വീണ്ടും ഞാൻ അത് പുതുക്കാൻ ഓൺലൈൻ നോക്കുമ്പോൾ അത് സാധിച്ചിരുന്നില്ല. അതിനുശേഷം എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഓൺലൈനിൽ ഉടമ്പടി എന്നാൽ ഓൺലൈൻ ചെയ്തേക്കാം എന്ന് കരുതി വെറുതെ നമ്മൾ ഓൺലൈനിൽ 6 നിയമങ്ങൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ സബ്മിറ്റ് ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴൊക്കെയാണോ ലൈറ്റ് ഡേ ക്യാൻഡിൽ പ്രെയറും ഒരു പ്രാവശ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളെങ്കിൽ കൂടിയും അതെടുക്കണ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ടല്ലാതെ എനിക്കത് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന് ശേഷം അപ്പോൾ ജോലി സെറ്റായി, കുട്ടിയുടെ പനി മാറി, അവിടെ ചെന്ന് വീട് കിട്ടി. ഇതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബോഡി പെയിൻ ആ സമയത്ത് ഈ ഫാക്ടറിയിൽ ജോലിക്ക് പോയ 2-3 ദിവസം ചെയ്തു. അപ്പോൾ എനിക്ക് ബോഡി പെയിൻ വന്നു, വെയിറ്റ് എടുക്കേണ്ട വന്നു. ഞാനപ്പോൾ ആ ജോലി വേണ്ടെന്ന് വെച്ചു. കാരണം എനിക്ക് അടുത്ത ജോലി പിറ്റത്തെ ആഴ്ച തന്നെ ജോയിൻ ചെയ്യണമായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയണമായിരുന്നു, അതിനാണ് പോയത്. പക്ഷേ ഈ ബോഡി പെയിൻ വന്ന് അടുത്തുള്ള GP പോയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ തമാശ രൂപേണ പറയാണ്. അപ്പോൾ GP എല്ലാം കേട്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ തമാശയെല്ലാം മാറി. കാരണം GP വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറയാണ്, ഹായ് ദിബിൻ, എനിക്ക് തോന്നുന്നത് ബ്ലഡ് ക്യാൻസർ ആയിട്ടാണ് തോന്നണേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത റെഫറൻസ് നമുക്ക് ഹീമറ്റോളജിയിലേക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഷോപ്പിംഗ് സെൻ്റർ ആയിരുന്നു എൻ്റെ അടുത്ത് വളരെ തമാശ രൂപേണ, വൈഫ് കൂടെ ഉണ്ട്. GP എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ബ്ലഡ് ക്യാൻസർ ആണ് ദിബിൻ, അങ്ങനെയാണ് തോന്നണേ നിൻ്റെ റിസൾട്ട് കണ്ടിട്ടെന്ന്. അത് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം നമ്മളിവിടെ വരുമ്പോഴും എവിടെ പോകുമ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് മറ്റൊരാൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, മറ്റൊരാൾക്ക് ബ്ലഡ് ക്യാൻസർ വന്നു, മറ്റൊരാൾക്ക് അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, ബുദ്ധിമുട്ടുകളാണ്. അപ്പോഴൊക്കെ ചിലപ്പോൾ ചിലർ പറയായിരിക്കും പ്രാർത്ഥിക്കാം. പക്ഷേ ഇത് അവനവന് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡെപ്ത്, ഇത് എത്രത്തോളം ആഴത്തിലുള്ള കേസുകളാണെന്ന് മനസ്സിലാവണത്. ഇതിനിപ്പോൾ ഒരു ക്യാൻസർ വന്നം എന്ന് കേൾക്കണമെന്നില്ല, ഒരു തലവേദന ആയിക്കോട്ടെ, വന്നവനാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ, അല്ലേ? അപ്പോൾ ഞാൻ ആ നിമിഷം അത് പെട്ടെന്ന് ഉൾക്കൊണ്ടില്ലെങ്കിലും വീട്ടിൽ ചെന്ന് അതൊരു ആഴ്ച എടുത്തു എനിക്കൊന്ന്. കാരണം 2-3 വീക്സോളം ഉണ്ട് എനിക്ക് അടുത്ത അപ്പോയിൻമെൻറ്റ്. ഞാനത് വൈഫിനോട് പറഞ്ഞു. പക്ഷെ അവൾ പ്രാർത്ഥിക്കണോണ്ടും എപ്പോഴും ഈ പ്രാർത്ഥിക്കണോണ്ടാണോന്നും അറിയില്ല, അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ പെട്ടെന്ന് അങ്ങനെ കരയണതോ അങ്ങനെ തകരണതോ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. കരയാണെങ്കിൽ എൻ്റെ മുമ്പിൽ കരയില്ല, മാതാവിനോടെ കരയുള്ളൂ, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടേ കരയുള്ളൂ. അങ്ങനെ ശരി, ഞാൻ സമ്മതിച്ചു. ഓക്കെ, ഇതാണ് ദൈവത്തിൻ്റെ ഹിതങ്ങി
നടക്കട്ടെ, കാരണം എനിക്കിതൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഒരു ആൻറ്റിക്ക് ഇത് വന്ന് ഇതല്ല വന്നതാണ്, പക്ഷേ ഇതേപോലെ ഒരു അസുഖം വന്നിട്ട് വളരെ കോൺഫിഡൻറ്റോടുകൂടി ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, ദിബിനെ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു, ദൈവം, എൻ്റെ അമ്മ എപ്പോഴും പറയും, ദൈവം അറിയാതെയും അനുവദിക്കാതെയും നിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് എന്നും എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ദൈവം അറിയാതെയും അനുവദിക്കാതെയും നിൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കില്ല. ഇത് എപ്പോഴും നമ്മളിങ്ങനെ ഇത് 1.5 വർഷമായിട്ട് എൻ്റെ ഉള്ളിലിങ്ങനെ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഹെമറ്റോളജിയിൽ ഡോക്ടറെ കാണാൻ പോയി. അവിടെ ചെന്നിരുന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ കുറച്ചുകൂടി ആഴം മനസ്സിലായത്. എല്ലാവരും ഒരു 55 വയസ്സിന് മേലെ പ്രായമുള്ളവരാണ്, മിക്കവർക്കും മുടിയൊന്നുമില്ല. അപ്പോൾ തൊട്ടവിടെ ഒരു വിഗിൻ്റെ കടയുണ്ട്. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ കുറിച്ചും അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് കടന്നോ, ദൈവമേ ഒരു ചാൻസ് പ്ലീസ്, അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഇപ്പോൾ തന്നെ ചെയ്യണം, നീ സ്പെഷ്യൽ പാത്വേക്കടെ വന്നുകൊണ്ടാണ് നിനക്ക് പെട്ടെന്ന് നിനക്ക് കാണാൻ സാധിച്ചത്. അന്ന് നമുക്കിതിൻ്റെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് ഒരു തീരുമാനം പറയാമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ കാര്യവും വളരെ ഓപ്പണായിട്ട് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നടത്തി. അത് കഴിഞ്ഞ് വീണ്ടും 1 വീക്ക് 2 വീക്സോളം എടുത്തു എൻ്റെ റിസൾട്ട് വരാൻ. അപ്പോൾ റിസൾട്ടിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സൈൻ ഓഫ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടെസ്റ്റുകളൂടി നടത്താം, നിനക്ക് ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും അല്ലെങ്കിൽ അതിൻ്റേതായിട്ട് സ്ഥിരീകരിക്കാവുന്ന ഒരു കാരണങ്ങളും ഇല്ല എന്നാണ് അതിൽ പറയണത്. അപ്പോൾ അത് ആ സമയത്ത് അറിയാലോ, എല്ലാവരെ പോലെ കൂടെ നമ്മൾ ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചേരണ സമയമാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ. ആ ബുദ്ധിമുട്ടുകളുടെ കാലം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കംഫർട്ട് സോണിലേക്ക് പോകും, പിന്നെ പേരിന് മാത്രമായി മാറും. അപ്പോൾ എൻ്റെ ഈ സാക്ഷ്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് അത്. കാരണം അതിലൂടെ കടന്നു പോയവർക്കറിയാം അതിൻ്റെ വലിപ്പം എത്രമാത്രമാണെന്ന്. ഇതിന് ശേഷം അതല്ലെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ എൻ്റെ ഞാൻ കാറിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. അപ്പോൾ കാറ് എനിക്ക് മാറ്റണമെന്നുണ്ടായിരുന്നു എൻ്റെ കാറ്. അപ്പോൾ ഈ കാറെന്ന് പറയുന്നത് ഒരു 20 ഇയേഴ്സോളം പഴക്കമുള്ള ഒരു കാറാണ്. എങ്കിലും നല്ല കാറാണെങ്കിലും അതിൻ്റെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ആ ഗിയറുകളുടെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഓൺലൈൻ ഈ ലൈറ്റ് ഡേ ക്യാൻഡിലിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, എനിക്ക് നല്ലൊരു കാറ് വേണം മാതാവേ. പക്ഷേ എൻ്റെ ഇപ്പോൾ ഉള്ള വണ്ടി എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, മറ്റൊരാൾ ഉപയോഗിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചെറിയൊരു വണ്ടി, അത് പഴക്കം ചെന്ന വണ്ടി വാങ്ങിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സാലറിയോ അല്ലെങ്കിൽ അതിന് മാത്രം സാമ്പത്തികമുള്ള ഒരാളായിരിക്കില്ല. പക്ഷെ ആ വണ്ടി മനസ്സറിഞ്ഞ് എനിക്കൊരാളും വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇതിന് ഒരു വഴി നീ കാട്ടി തന്നെ ഈ വണ്ടിയൊന്നും മാറ്റാൻ. ഞാൻ ഡ്യൂട്ടിക്ക് പോകായിരുന്നു. ഒരു സിഗ്നലിൻ്റെ നടുക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് റൈറ്റിൽ നിന്ന് ഒരു കാറ് വന്ന് ഒറ്റയിടി. അന്ന് വരെ ആക്സിഡൻറ്റ് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ വലിപ്പം അറിയില്ലായിരുന്നു. പിന്നീടുണ്ടായ അരമണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് ഉരുകായിരുന്നു. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം, അവിടെ ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ പോലീസിനെ വിളിക്കുകയോ അവിടെ സഹായിക്കാൻ റോട്ടിലൂടെ ആൾക്കാർ വന്ന് സഹായിക്കുകയോ അല്ല, നമ്മൾ ഇൻഷുറൻസിനെ നേരിട്ട് വിളിക്കുകയാണ് ചെയ്യണേ. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തന്നെ സംഭവിച്ചു. ആ ഇടിച്ച ആൾ വന്ന് ഡോറ് നോക്ക് ചെയ്തിട്ട് തുറക്കാൻ പറ്റുന്നില്ല. അപ്പുറ സൈഡിൽ വന്ന് എനിക്ക് എഴുതി തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇൻഷുറൻസിന് വിളിച്ചാൽ മതി. അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും 3-ാമത്തെ ദിവസം എനിക്ക് എൻ്റെ കാറിൻ്റെ പേയ്മെൻറ്റ് കിട്ടി. ഞാൻ അറിയാവുന്ന എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ആ കാറിന് കിട്ടാവുന്നതിനേക്കാളും കൂടുതൽ മാർക്കറ്റ് വാല്യൂ അവിടെ കിട്ടി. അങ്ങനെ ഞാനും എൻ്റെ വൈഫും മനസ്സിൽ ഒട്ടും തന്നെ ചിന്തിക്കാത്ത ഒരു കാറ് ഓടിപ്പോയി വാങ്ങിക്കുകയും ആ ആക്സിഡൻറ്റ് വഴി കിട്ടിയത് ഏറ്റവും വലുത് മാതാവിൻ്റെ സംരക്ഷണമാണ്. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിനോട് അല്ലെങ്കിൽ ഈശോനോട് നമ്മൾ മാതാവിനോട് ഉടമ്പടി, ലൈറ്റ് ഡേ ക്യാൻഡിൽ പ്രയർ, നിരന്തരമുള്ള പ്രാർത്ഥന, ഇതെല്ലാം വഴി ആണ് എനിക്ക് ആ സംരക്ഷണം കിട്ടിയതെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ പോയി വാങ്ങിച്ച കാറ് ഒരു ബ്ലൂ കളറായിരുന്നു. അപ്പം മമ്മി വീട്ടിലുണ്ടായിരുന്നു. മമ്മി പറഞ്ഞു, ദിബിനെ, അന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും തള്ളി പറഞ്ഞു പോയ ഞാൻ പിന്നെ മാതാവിൽ വിശ്വസിക്കുന്ന പറഞ്ഞ് മമ്മി പറഞ്ഞു, ഇത് ബ്ലൂ കളർ നിനക്ക് മാതാവ് തന്നിട്ടുള്ള വണ്ടി തന്നെയാണ്. കാരണം എൻ്റെ ലിസ്റ്റിലേ ഇല്ല അങ്ങനെ ഒരു കാറ് വാങ്ങിക്കണമെന്ന്. പക്ഷേ കാറ് കണ്ട എല്ലാവരും പറഞ്ഞു അത് നല്ലൊരു കാറാണ്. തീർച്ചയായിട്ടും ഇതിൽ ദൈവിക ഇടപെടലുണ്ടായി ഈ ഒരു ട്രാൻസാക്ഷൻ, ഈ ഒരു കാര്യങ്ങളെല്ലാം നടന്നതിൽ.
ഞാൻ പലരും ഇവിടെ വന്നിട്ട് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കണം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു, ദൈവമേ, ആരെങ്കിലും ഇവിടെ സ്വന്തം മക്കളുടെ കൂടെ ഒരു കൂട്ടിന് വന്നതായിട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് കൃപാസനത്തിൽ എത്തിക്കാൻ വേണ്ടി കൂടെ വന്നതായിട്ടോ, അതല്ലെങ്കിൽ ഭാര്യ നിർബന്ധിച്ചു ഇവിടെ വന്നു, ഇവിടെ കണ്ടു, തിരിച്ചു പോയി. അപ്പം ഈ രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരൊരു രീതിയിലും ഭയപ്പെടണ്ട. കാരണം ഈ അച്ഛൻ, ഞാൻ ആദ്യമായ ദിവസം ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ ഈ ഇവിടുത്തെ സാക്ഷ്യങ്ങളിലും അച്ഛൻ സംസാരിക്കുന്നതിലൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു ദൈവവിളി ഇല്ലാതെ ഒരിക്കലും ഒരാൾക്കും ഈ പുണ്യഭൂമിയിൽ കാല് ചവിട്ടാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ അത് എൻ്റെ ഒരു സാക്ഷ്യം വഴി ഞാനത് വീണ്ടും പറയാണ്. നിങ്ങൾ എവിടെ ഉറങ്ങിക്കിടന്നാലും ഈ പുണ്യഭൂമിയിൽ എത്ര സംശയിച്ച് കാല് ചവിട്ടിയാലും പൈസയും ആരോഗ്യവും ഉള്ളപ്പോൾ ഇവിടെ വന്ന് കാഴ്ചക്കാരനെ പോലെ എല്ലാം കണ്ട് കാഴ്ചക്കാരനെ പോലെ തിരിച്ചു പോയാൽ പോലും പേടിക്കണ്ട. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാതാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവിടെ ഈശോൻ്റെയും തിരുരക്തത്തിൻ്റെയും വിശുദ്ധ കുരിശിൻ്റെയും ഒരു സംരക്ഷണം നിങ്ങളിലുണ്ട്. അത് തീർച്ചയായിട്ടും എൻ്റെ ഈ സാക്ഷ്യത്തിലൂടെ ഇവിടെ നിന്ന് എനിക്കിത് പറയാൻ സാധിക്കും. പിന്നെ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന്. സിസ്റ്ററിനും ഒരു ചെറിയ ഡൗട്ട് തുടക്കത്തിലുണ്ടായി. പക്ഷേ ഞാൻ ഇവിടെ സാക്ഷ്യം പറയണമെന്നുള്ളതും ഇവിടെ ഈ ആൾത്താരയിൽ ഞാൻ മൈക്ക് പിടിച്ച് നിൽക്കും എന്നുള്ളതും എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാനിവിടെ ഈ സാക്ഷ്യം പറയും, ഞാൻ ഈ ലൈഫിലൂടെ എല്ലാം ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ഇതിലൂടെ എല്ലാം ദൈവം നടത്തിക്കൊണ്ട് പോയത് മാതാവിൻ്റെ ഒരു പ്രത്യേക ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരണം ഇവിടെ ഇന്ന് മയക്കം പിടിച്ച് ഈ നിമിഷം ഇവിടെ നിൽക്കണം എന്നുള്ളതിന് ഒരു പ്രത്യേക പദ്ധതി അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ഇന്നിവിടെ വരുമ്പോൾ വിദേശത്തു നിന്ന് തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള എൻ്റെ കൂട്ടുകാരനായിട്ട് വന്നതാണ്. അപ്പോൾ അവനും ഇതേപോലെ 2-3 ദിവസം കൂടി നാട്ടിലുള്ളൂ, ഞാനും 2-3 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിക്കണത് കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ്, നീ ഒരു ദിവസം എടുത്തോളൂ, ആലോചിച്ചോളൂ. പക്ഷെ മനസ്സില്ലാതെ ഞാൻ വിളിച്ചതിൻ്റെ പേരിൽ നീ വണ്ടി എടുത്ത് വെറുതെ എൻ്റെ കൂടെ ഒരു കമ്പനിക്ക് വേണ്ടി വരണ്ട. കാരണം ഇവിടെ എന്താണ് നടക്കണതെന്നും ഇവിടുത്തെ സിസ്റ്റം എന്താണെന്നും എല്ലാം നന്നായി എനിക്ക് മനസ്സിലായി. ആദ്യം ഇവിടെ വന്ന് ഒന്നും ഇഷ്ടപ്പെടാതെ അന്നാ ഫേസ്ബുക്കിൽ വഴിയും യൂട്യൂബ് വഴിയും ഷെയർ ചെയ്തോളൂ എന്ന് എപ്പോഴും അച്ഛൻ പറയുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ ഞാൻ ചിന്തിക്കും, എത്രയോ നല്ല പരിപാടിയാ. കാരണം ഈ ഷെയറിങ് കൂട്ടാനും കണ്ടൻറ് ക്രിയേഷനും പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണോ എന്ന് അന്ന് തുടക്കകാലത്ത് ഞാൻ സംശയിച്ചു പോയി. എന്നെപ്പോലെ ഒത്തിരി യൂത്തായിട്ടുള്ള ഒത്തിരി പേര് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം 4 പേര് കൂടുന്നിടത്ത് ഒരിടയ്ക്ക് കൃപാസനത്തെക്കുറിച്ച് കുറ്റം പറയായിരുന്നു. അപ്പോൾ ആരെങ്കിലും പറയാണ്, കൃപാസനത്തിൽ തന്നെ പോകണമെന്നില്ല, ഇതേപോലെ എന്തോരം സ്ഥലങ്ങളുണ്ട്, ചെകുത്താൻ വരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പം ഞാനും പറയും, ശരിയാ, ചെകുത്താനും വരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അതിന് കൃപാസനത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് ഇതുകൊണ്ടായിരിക്കണമെന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് ഞാനും സപ്പോർട്ട് ചെയ്യായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ചിലപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പിള്ളേരുണ്ടാവുമ്പോഴാണ് ആ പിള്ളേർ വഴി ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ പ്രായത്തിൻ്റെ ഒരു പ്രശ്നം എവിടെയൊക്കെയോ ഉണ്ട് നമ്മളിൽ. പിന്നെ നാടെന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോണാണ്. ഈ നാട്ടിൽ നമുക്ക് ഒന്നും വേണ്ട, ഇവിടെ വന്ന് നമുക്ക് അപ്പച്ചൻ്റെ അമ്മച്ചിയുണ്ട്, സഹോദരങ്ങളുണ്ട്, നമുക്ക് നല്ല അന്തരീക്ഷമുണ്ട്. പക്ഷെ നമ്മൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഇവിടെ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും വിദേശത്തേക്ക് പോകാൻ. പക്ഷെ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒത്തിരി വർദ്ധിക്കും. കാരണം ഇവിടെ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മുടെ അമ്മ പള്ളിയിലേക്ക് ഓടും, ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഓടും. പക്ഷെ കുട്ടികൾ എത്ര പേര് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഓടുന്നവരുണ്ടാവും? കാരണം അവർക്ക് ജീവിതാനുഭവം കുറവാണ്. ഈ ജീവിതാനുഭവം ഉണ്ടാവണം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളായി ഒരു രാജ്യത്ത് പോയിട്ട് സ്വന്തമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു കുടുംബം പടുത്തുയർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കുടുംബം ഉയർത്തുന്നതിൻ്റെ വിഷമവും വേദനയും അതിൻ്റെ പ്രയാസങ്ങളും ആ സമയത്ത് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല. ആരാ ഉള്ളത്? നമ്മുടെ റൂമിൽ വെച്ചിരിക്കുന്ന കുരിശുമേൽ തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ ഈശോ, മാതാവ്, ഇതൊക്കെയാണ് നമുക്കുള്ളത് കൂട്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. മറ്റാരോടും പറഞ്ഞ് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്ത് നടന്നൊരു സമയമുണ്ടാവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും എന്ത് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിക്കോട്ടെ, ഹെൽത്ത് കണ്ടീഷൻ ആയിക്കോട്ടെ, എന്ത് ഇഷ്യൂ വന്നാലും ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവനൊരു ബുദ്ധിമുട്ടില്ല എന്ന് അറിയിക്കാനാണ് എല്ലാവരും മത്സരിക്കുന്നത്.
ഞാനിവിടെ ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറയാണ്, എന്നെപ്പോലെ ഒത്തിരി പേര് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവും, എന്നെപ്പോലെ ഒത്തിരി പേര് സംശയത്തോടെ നോക്കി കാണുന്നതുണ്ടാവും. ഈ കൃപാസനം എന്നുള്ളത് സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്ക് ദൈവം പണിതിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിലൂടെ ഇവർ പറയുന്ന കാര്യങ്ങൾ അതൊരിക്കലും നമ്മൾ സത്യക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കൃപാസനത്തിൽ വന്നിട്ടുള്ള ഒരാൾ പോലും എല്ലാം ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ദൈവവിളി ഇല്ലാതെ ഇവിടെ വരാൻ സാധിക്കില്ല എന്നും അതുവഴി അവരറിയാതെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾക്കിടെ ഒരു ബണ്ടിലായിട്ടാണ് അവർ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ, അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു 3 കുട്ടികളായിട്ട് വിദേശത്ത് ജീവിക്കുന്നവർക്കറിയാം സമയത്തിൻ്റെ പരിധി, നമുക്ക് സമയ ലഭ്യത ഒത്തിരി കുറവാണ് മറ്റുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ. പക്ഷേ ആരെങ്കിലും സങ്കടങ്ങൾ പറയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ ജെന്യുനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ടാവാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാന്നുള്ളതും ഷെയർ ചെയ്യാന്നുള്ളതും വചനം പങ്കുവെക്കുക എന്നുള്ളതും. വചനം പങ്കുവെക്കുന്നത് സ്റ്റാറ്റസായിട്ട് വാട്സപ്പിൽ കണ്ടില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ചോദിക്കാറുണ്ടായിരുന്നു, ദിപിനെ ഇന്നൊന്നും കണ്ടില്ലല്ലോ, നിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് അന്നത്തെ ഒരു എനർജി കിട്ടണേന്ന്. പിന്നെ എല്ലാവരോടും ഞാൻ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പലപ്പോഴും എന്നെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ളവരുടെയൊക്കെ എല്ലാവരുടെയും പ്രശ്നം, നമ്മൾ ഈ കൃപാസനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചൊക്കെ മറ്റുള്ളവരോട് പറയുകയും പള്ളിയിലെ എല്ലാ ദിവസമൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു മറ്റുള്ളവരുടെ മുമ്പിലൊരു ചെറിയ കുറച്ചിലായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ അവസ്ഥകൾ വരുമ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാക്കണേ. ആദ്യമേ പള്ളി പോകുമ്പോൾ എന്താണ് കുർബാന എന്നും കുർബാനയിൽ എത്രത്തോളം അതിന് ഡീപ്പായിട്ട് പങ്കെടുക്കണമെന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥനയിൽ അതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷവും പാലിക്കാൻ തുടങ്ങിയതിന് ശേഷവും ഓരോ കുർബാനയും അത് മുടക്കരുതെന്നും കുർബാന നടക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന സമയമനുസരിച്ച് പള്ളിയിൽ പോകാനും പരിശ്രമിക്കാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും അതോടൊപ്പം തന്നെ സർവശക്തനായ ദൈവത്തിനും 1000 നന്ദി. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ആദ്യമായിട്ട് ഞാൻ വന്നപ്പോൾ ഈ രൂപത്തിൽ നേരിട്ട് വന്ന് എനിക്ക് തൊട്ടുമുത്തി പ്രാർത്ഥിക്കാമായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി എൻ്റെ ഇവിടെ പയ്യെ പിടിച്ചൊന്ന് പുഷ് ചെയ്തിട്ട് പറഞ്ഞു, ഒരു സ്രോസ്നാഭ വെച്ചിട്ട് വേഗം പോകാൻ പറഞ്ഞു. അപ്പോൾ അന്ന് വന്നപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ വന്ന് ആർക്കെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളതിൽ വേദനിക്കണ്ട, അതിൽ പരാതി പറയണ്ട. കാരണം ഇത്രയേറെ ജനങ്ങളെ ഇവർ അനുദിനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കുള്ളിലൊരു സ്ട്രെസ് ഉണ്ടാവും. അതിൻ്റെ ഒരു ഭാഗമായി കണ്ടാൽ മാത്രം മതി. കാരണം അത് പറയാൻ കാരണം അന്ന് ഞാൻ ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. പുറപ്പാടിൻ്റെ പുസ്തകം 25-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ വാഗ്ദാന പേടകവും വഹിച്ച് കാഹളം മുഴക്കി ജനം മുന്നോട്ട് പോയി. 7-ാം ദിവസം 7 പ്രാവശ്യം ജെറിക്കോ കോട്ട വലം വയ്ക്കുമ്പോൾ ആ കനത്ത കോട്ട നിലം പൊത്തുകയാണ്. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും. ഇവിടെ ദൈവസാന്നിധ്യത്തിൻ്റെ കരുതലിൻ്റെ തണലിൽ താൻ വന്ന് നിന്നപ്പോൾ തനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. എല്ലാറ്റിലും താനൊരു നെഗറ്റീവ് ഫീലിങ്സുമായിട്ട് ഇവിടുന്ന് പോയി എന്നാണ് ഡിബിൻ ദേവസി പറഞ്ഞു തുടങ്ങുന്നത്. ഒന്നിലും ഒരു സന്തോഷം തോന്നിയില്ല. എവിടെയും അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്ത് കടന്നു പോകുന്ന മകൻ. തൻ്റെ വൈഫ് ഉടമ്പടി എടുത്തു. പിന്നീട് ഇന്ന് ഇവിടെ പറഞ്ഞ, നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അത് ആരും കാര്യമാക്കേണ്ട, എൻ്റെ ജീവിതത്തിൽ എനിക്കിന്ന് അതാണ് പറയാനുള്ളത്. ഇത്രയും തിരക്കിനിടയിൽ ആരെങ്കിലും നമ്മോട് എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊക്കെ കൃപയുടെ വാക്കുകളായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ മാറും. അത് തനിക്ക് അനുഭവപ്പെടുന്നു. തൻ്റെ ഓൺലൈൻ ഉടമ്പടി ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇതിൻ്റെ സാക്ഷ്യമാണ് ഡിബിൻ ഇവിടെ പങ്കുവയ്ക്കുക.
തനിക്ക് കിട്ടിയ ജോലി പോയിട്ട് പിന്നീട് ജോലി ലഭിക്കുന്നതും, വീട് ലഭിക്കുന്നു, വാടക വീട്, അതൊക്കെ കിട്ടാൻ ഒത്തിരിയേറെ റിസ്ക്കുള്ള സ്ഥലം, അവിടെ തനിക്ക് വാടക വീട് ലഭിക്കുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം, അന്നാണ് ആദ്യമായിട്ട് ഞാൻ മുട്ടുമടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് സ്വയം ബോധ്യപ്പെട്ട് താൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച്, ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുഞ്ഞിന് എങ്ങനെയാണ് സംരക്ഷണം ലഭിച്ചത്, പനി പെട്ടെന്ന് വിട്ടുമാറി എന്നാണ് ഈ മകൻ പങ്കുവയ്ക്കുക. അങ്ങനെ പിന്നീട് തനിക്ക് ഒരു വെഹിക്കിൾ ലഭിക്കുന്നതും, തനിക്കുണ്ടായിരുന്ന ഒരു വെഹിക്കിൾ അത് ഒരു അപകടത്തിലൂടെ തനിക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ ഏറ്റവും നല്ല വിലയ്ക്ക് തന്നെ ഇൻഷുറൻസ് എല്ലാമായിട്ട് അത് വിറ്റുപോകുന്നു. അപ്പോൾ അപകട സാഹചര്യങ്ങളിൽ കൂടി നടക്കുമ്പോഴും അതിലും നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29:11 പറയുന്നത് ഇന്ന് താൻ അനുഭവിക്കുകയാണ്. തൻ്റെ ഓവർ കോൺഫിഡൻസ് ഒക്കെ തനിക്ക് ഒന്നുമല്ലാതായി. ഇന്ന് ദൈവത്തിൽ പൂർണ്ണമായും താൻ ആശ്രയിക്കുന്നു. അതുപോലെ കൃപാസനത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ താനും അതിൻ്റെ കൂടെ കൂടി കൃപാസനത്തിന് നല്ലതല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് താനൊരു സാക്ഷ്യമാണ്. തൻ്റെ സ്റ്റാറ്റസ് വഴി ഇന്ന് എങ്ങനെയാണ് കൂട്ടുകാരെയൊക്കെ അടുപ്പിക്കുന്നത് കൃപാസനത്തിലേക്ക്, ദൈവവചനമൊക്കെ താൻ ഷെയർ ചെയ്യും. ഡിവിനെ, ഇന്ന് നിൻ്റെ ഷെയറിംഗ് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു ഫ്രണ്ട്സിൻ്റെ ശൃംഖല തനിക്കുണ്ട്. അതുപോലെ തന്നെ കൃപാസനം എന്ന് പറയുന്നത് സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള ബ്രിഡ്ജാണെന്ന് ഈ മകൻ പറയുന്നു. തെദേവും എന്ന തൻ്റെ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് താൻ നടത്തിയ തൻ്റെ ജീവിതയാത്ര, അതായത് ഒരു ഒറ്റ തടിപ്പാലത്തിലൂടെ രാത്രിയിൽ താൻ തോടിനക്കരെ കിടക്കുമ്പോൾ അവിടെ തനിക്ക് കൂട്ടായിരുന്നത് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥനയും തൻ്റെ അമ്മയുടെ ജപമണി മാലകൾ. അപ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ളൊരു ബ്രിഡ്ജെന്ന് ഈ മകൻ പറയുമ്പോൾ തീർച്ചയായും തനിക്ക് വിളക്കുമേന്തി താൻ പാലം കയറുമ്പോൾ തൻ്റെ പെറ്റമ്മ പാലത്തിൻ്റെ ഒരു കരയിൽ നിൽക്കുമ്പോൾ ഒരു കാറ്റ് വന്ന് ആ വിളക്ക് കെട്ടുപോവുകയാണ്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പാലത്തിൻ്റെ നടുവിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥ, കൂറ്റാക്കുറ്റിയിരുട്ട്. അവിടെ തനിക്ക് ദീപമായത് താൻ 4 വയസ്സ് മുതൽ അറിഞ്ഞ തൻ്റെ അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ് എന്നൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവചരിത്രക്കുറിപ്പിൽ നമുക്ക് കാണുവാൻ കഴിയും. തെദേവും എന്ന പുസ്തകത്തിൽ ഇന്നിതൊക്കെ തന്നെയാണ് കൃപാസനത്തിൻ്റെ ഉടമ്പടിയിലൂടെ അനുഭവങ്ങളായിട്ട് ഓരോ മക്കളും അനുഭവിക്കുന്നത്. അതായത് അമ്മ അടയാളങ്ങളുടെ ശുശ്രൂഷ എങ്ങനെയാണ് ഇന്നിവിടെ നടത്തുന്നതെന്നും, അമ്മയുടെ വിരൽ തുമ്പിൽ പിടിച്ച് ജപമാലയും പിടിച്ച് സ്വർഗത്തിൻ്റെ വാതിൽപ്പടി വരെ നടക്കാൻ പറ്റിയ പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന നാം ആത്മാർത്ഥമായിട്ട് ഉരുവിടുമ്പോൾ തീർച്ചയായും അതൊക്കെ നമുക്ക് സ്വർഗത്തിൻ്റെ അടയാളങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിധ്വനിക്കുകയാണ്. അമ്മ നമ്മുടെ കാവൽക്കാരിയാവുകയാണ്, കൂടെ നടക്കുന്ന വ്യക്തിയാവുകയാണ്, കൂടെ വസിക്കുന്ന ദൈവ സാന്നിധ്യമാണ് തനിക്ക് ലഭിച്ചതൊക്കെ. അതായത് താൻ ഇന്ന് ഈ രീതിയിൽ താൻ ഇവിടെ ആയത് അത് ദൈവിക ഇടപെടലുകൾ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഈ മകൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റിലൂടെ തനിക്ക് കിട്ടിയ കൃപകൾക്ക് അതും ഒന്നും കൂടി എടുത്തു പറയുന്നുണ്ട് ഡിബിൻ. ഓൺലൈൻ ഉടമ്പടി ആയാലും നാം എടുക്കുമ്പോൾ നാം വിശുദ്ധിയോടെ അല്ലെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ആകില്ല. അതും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചു. ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, ഇന്ന് വിശുദ്ധ കുർബാന മുടക്കുന്നില്ല, കുമ്പസാരമുണ്ട്. അങ്ങനെ UK തൻ്റെ ആത്മീയ ജീവിതത്തിന് തളർച്ച വന്നിട്ടില്ല. താൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് മുതൽ, അതുപോലെ തൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലൂടെ എന്നൊക്കെ ഈ മകൻ ഇവിടെ പ്രഘോഷിക്കുന്നു.
നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.